ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ തിരുവനന്തപുരത്തെ കൗൺസിലർ കാപ്പാ സുഗതനില്ലേ, കാപ്പാ സുഗതനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളി ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചിട്ടാണ് ചന്ദ്രശേഖരൻ മുതലാളിയുടെ ഈ ഇറക്കവും. ചന്ദ്രശേഖരൻ മുതലാളി പറഞ്ഞത് നമ്മളെ കാപ്പാ സുഗതനില്ലേ, സുഗതൻ പാവമാണ്, പാവാടാ, ഒരു ഒന്നൊന്നര ഭാവാടാ. വെറും 10ഓളം കേസിൽ, കൊലപാതക കേസിലടക്കം പ്രതിയായ നമ്മളെ സുഗതനുണ്ടല്ല, വെറും കൊച്ചു കുഞ്ഞാണ്, ഒരു പാവാടിയിട്ട ഒരു കൊച്ചു കുഞ്ഞ്. അതുകൊണ്ട് ആ കൊച്ചു കുഞ്ഞായ, പാവാടിയിട്ട കൊച്ചു കുഞ്ഞായ സുഗതന്റെ കൂടെ ഏതറ്റം വരെയും, സുഗതനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതറ്റം വരെയും പോകുന്നതാണ് നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളി ഇന്ന് വന്ന് തള്ളിയത്. അതിപ്പോ നമുക്ക് അധികം സംശയമൊന്നും വേണ്ടല്ലോ, കാരണം കള്ളന്റെ കൂടെ പെരുങ്കള്ളൻ എപ്പോ ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളി ഇന്ന് വന്നിട്ടുണ്ടല്ല, പാവാട സുഗതന് വേണ്ടി പറഞ്ഞ ആ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വന്നാലോ. സുഗതനെ സംരക്ഷിക്കാൻ ഈ പാർട്ടി, ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയമുള്ള നമ്മളില്ല. അത് സഖാവാണോ, SHO ആണോ, പോലീസിൽ ഒരു മാർക്സിസ്റ്റ് ആണോ, നിങ്ങൾ കൃത്യമായി എന്റെ മെസ്സേജ് പഠിച്ച് മനസ്സിലാക്കണം. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അത് നിയമപരമായി ചെയ്യും. വണ്ടീന്റെ മുകളിൽ കയറിയിട്ട് തല്ലിപ്പൊളിക്കുന്ന രീതി ഞങ്ങൾ ചെയ്യില്ല. എന്താണ് നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളി ഇപ്പൊ വന്ന് പറഞ്ഞത്? നമ്മൾ ഏറ്റവും വലിയ പട്ടിയാണ്, ഏറ്റവും വലിയ പട്ടിയാണെന്നോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിയാണെന്നോ? എന്റെ ചന്ദ്രശേഖരൻ മുതലാളി പട്ടിയല്ല, പാർട്ടി. ഈ പാന്റിയും ടീന്റെ ഇടക്കുണ്ടല്ല ഒരു ഹൃണ്ട്, അത് ചേർക്കണം കേട്ടാ. ആവശ്യത്തിന് ഹൃ ചേർത്തില്ലെങ്കിൽ ഇതുപോലെയുണ്ടല്ല പട്ടിയായി പോകും. ഇനി എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ടല്ല ഈ ഹൃ ചേർത്താനും പാടില്ലട്ടാ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹൃ ചേർത്താനില്ല, അതും മോശമായി പോകും. എന്റെ ചന്ദ്രശേഖരൻ മുതലാളി, നിങ്ങൾ ഈ അടുത്ത കാലത്തന്നെയുണ്ടല്ല ഒരു മലയാള ഭാഷ പണ്ഡിതനായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പാവാട സംഖ്യയായ സുഗതനുണ്ടല്ല, 10 കേസിൽ, കൊലപാതക കേസിലടക്കം പ്രതിയായ നമ്മൾ സുഗതന ചേർത്ത് പിടിക്കും, ഇടനെഞ്ചിൽ ചേർത്ത് പിടിക്കുമെന്നാണ് ചന്ദ്രശേഖരൻ മുതലാളി പറഞ്ഞത്. പക്ഷെ അതിനുവേണ്ടി നിയമപരമല്ലാതെ ഒരാക്രമവും നടത്തില്ലാന്ന് നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളി അതിന്റെ കൂടെ പറഞ്ഞു വെച്ചത്. എന്നിട്ടാണോ എന്റെ ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങൾ ഈ പാവാട സുഗതനെ പിടിക്കാൻ വേണ്ടിട്ട് പോലീസ് പോയപ്പോണ്ടില്ല, പോലീസിന് ആകാശത്തേക്ക് വെടിവെച്ചിട്ട് നിങ്ങൾ ഈ പാവാട സുഗതനെ പിടിക്കേണ്ട ഗതികേട് വന്നത്? അതായത് നിങ്ങളെ പാവാട സുഗതനെ പിടിക്കുമ്പോണ്ടല്ല, അവിടെ കൂടിയ സംഖ്യയിലുണ്ടല്ല കുറെ ചാണക സംഖ്യകള്, എമ്മാതിരി പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങളെ ചാണക സംഖ്യകള് മാത്രമോ? പാവാട സുഗതന്റെ ഭാര്യയിലെ, പാവാട സുഗതന്റെ ഭാര്യ വരെ ഉണ്ടല്ല, അവിടുന്ന് എമ്മാതിരി തെറിവിളിയാണ് വിളിച്ചത്. പിന്നെ നിങ്ങളെ പാവാട സുഗതന്റെ കാര്യം പറയേ വേണ്ട, കമ്മിട്ട സാധനം അടിച്ചിട്ടില്ല, ബോധവും വിവരാതെ എന്തെല്ലാം കളി അവിടെ കിടന്ന് കളിച്ചത്. എന്നിട്ട് വന്നിട്ട് നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളി പറയുന്നു പാവാട സുഗതന്റെ കാര്യത്തിൽ നിയമപരമല്ലാതെ ഒരു കാര്യം ചെയ്യില്ല. എന്റെ ചന്ദ്രശേഖരൻ മുതലാളി, നിങ്ങളെ കൊണ്ട് മാത്രമേ ഇതുപോലൊരു കൊടും ക്രിമിനലില്ലേ അവനെയൊക്കെ വെളിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കെന്തായാലും നമ്മളെ മലയാള ഭാഷാ പണ്ഡിതനായ ചന്ദ്രശേഖരൻ മുതലാളി ഉണ്ടല്ല, പത്രക്കാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമ്മളെ മലയാള ഭാഷാ പണ്ഡിതനായ മുതലാളി ചില ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്, മനോഹരമായ മലയാള ഉത്തരങ്ങൾ. അത് കൂടി കേട്ടിട്ട് വരാം. ഒരു സന്ദേശമല്ല ഇത്. ഗിൽറ്റി വെൻ കൺവിക്റ്റഡ്, ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി. അതാണ് ഇന്ത്യന്റെ സംവിധാനം പറഞ്ഞത്. അത് ഞങ്ങൾ പാലിക്കുന്നു. CPM-ന്റെ പോലീസുകാരെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് പാർട്ടിന്റെ നിലപാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റും മേയറും കൗൺസിലർമാരെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം അല്ല അവർ പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പട്ടിയുടെ നിലപാടാണ് ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ പട്ടിയുടെ നിലപാടാണോ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പായുടെയും ടീയുടെയും അടക്കണ്ടല്ല ഇറ് ചേർക്കാൻ വേണ്ടിട്ട്. എനിക്കെന്താ തോന്നുന്നറിയാം, നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി അമ്മായിയപ്പന്റെ കമ്പനിയായ BPL ഇല്ലേ, BPL ഒറ്റ രാത്രി കൊണ്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയപ്പോ നമ്മൾ അമ്മായിയപ്പനുണ്ടല്ല, നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളിന എന്തോ ഒരു വലിയ ശാപം കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും നിനക്കട്ടില്ല സംസാരിക്കുമ്പോ ഇറുണ്ടല്ല, ഇറ് എന്നുള്ള വാക്ക് ഒരിക്കലും വരാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരു ശാപം കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ മുതലാളി കണ്ടില്ല ഒരിക്കലും ഇറ് വരാത്തത്. പിന്നെ നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി പറഞ്ഞ് ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയുണ്ടല്ല, നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയും BJP-യും എന്തായാലും അംഗീകരിക്കുന്നു. എന്നിട്ട് അതേ നിയമമുണ്ടല്ല, കാപ്പ കേസ് പ്രതിയാക്കിയ സുഗതനെ വെളുപ്പിക്കാനും അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുതലാളി ഉണ്ടല്ല ഈ വന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ ചന്ദ്രശേഖരൻ മുതലാളി ഉപദേശവും ഊഞ്ഞാലാട്ടിനുണ്ടല്ല, അത് രണ്ടും ഒരുമിച്ച് വേണ്ട കേട്ടോ. അയാളുണ്ടല്ല പാവാട സുഗതൻ ഒരു കൊടും ക്രിമിനലാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്താ ചെയ്യാ, നിങ്ങൾക്കുണ്ടല്ല അയാളെ കൈയൊടിയാൻ കഴിയില്ല. അതിന്റെ കാരണം പറഞ്ഞാല് നിങ്ങളുടെയും നിങ്ങളെ പാർട്ടിക്കാരുടെയും പലരുടെയും
ഓൾറെഡി രഹസ്യം ഉണ്ടല്ല, അതൊക്കെ നമ്മളെ പാവാട സുഗതന്റെ കയ്യിലുണ്ട്. ആ ഒരു പേടി നിങ്ങൾക്കുണ്ട്. അതായത് അയാളെ എങ്ങാനും നിങ്ങൾ കൈയൊഴിഞ്ഞാൽ പാവാട സുഗതൻ ഉണ്ടല്ല എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ടല്ല പാവാട സുഗതന ഇങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെയുണ്ടല്ല നിങ്ങൾ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയ ശ്രീകുമാർ ഉണ്ടല്ല, ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അവനാ ശ്രീകുമാർ ഉണ്ടല്ല സ്വന്തം ഭാര്യന അവീതം ചോദ്യം ചെയ്ത സ്വന്തം ഭാര്യന്റെ കവാലക്കുറ്റി ഉണ്ടല്ല, കവാലക്കുറ്റി ഇന്ന് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ആ ഒരു കേസിൽ ചങ്ങയുണ്ടല്ല ഇപ്പൊ പ്രതിയാണ്. നിങ്ങളുണ്ടല്ല അവനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ല നാളെ പത്രസമ്മേളനമായിട്ട് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് നിങ്ങൾ എന്താ പറയാന്നറിയാം, നിങ്ങളെ ശ്രീകുമാറിന്റെ അവീതം പിടിച്ച ഭാര്യ ജിഹാദിയാണ്, സുഡാപ്പിയാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്, കോൺഗ്രസ് ആണ്. പണം വാങ്ങിയിട്ട് നിങ്ങളെ നിങ്ങളെ പാർട്ടിനെ തകർക്കാൻ വേണ്ടി ആ സ്ത്രീ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കേസാണിതെന്ന് നിങ്ങൾ നാളെ പറയൂ. എന്റെ ചന്ദ്രശേഖരൻ മുതലാളി മോന്തായം വളഞ്ഞാണ്ടില്ല 64 വളയുന്ന ഒരു ചൊല്ലുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളെ പാർട്ടിയുടെ കാര്യവും. അതായത് മോന്തായം ഉണ്ടല്ല, മോന്തായം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ തന്നെയുണ്ടല്ല വളഞ്ഞു പൊളഞ്ഞിരിക്കുകയാണ്. അതായത് സ്വന്തം അമ്മായിയപ്പനെ പറ്റിച്ചിട്ട് വളഞ്ഞു പൊളഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ പിന്നെ 64 നിങ്ങളെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഒന്നും പറയണ്ടല്ലോ. നമുക്കിനി ചന്ദ്രശേഖരൻ മുതലാളിണ്ടല്ലോ കുറച്ചും കൂടി മലയാളം പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഇന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടാണ്. ഇതിനെക്കുറിച്ച് ഇനി ഞാനൊരു വിവാദത്തിൽ കയറാനോ എന്നെ കയറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്, നടക്കില്ല. ഞങ്ങൾ ചെയ്യണതല്ല, ഞങ്ങൾ ചെയ്യും എന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് SHO ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ സഖാമാർക്കും ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിക്കും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല? ഇത് പോളിറ്റിക്സ് ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് കളിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ചന്ദ്രശേഖരൻ മുതലാളി പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടിയിട്ടില്ല, അത് നിങ്ങൾക്ക് അറിയുന്നല്ല പറയേണ്ടത്. വൃത്തികെട്ട പൊളിറ്റിക്സ് അല്ലേ അത് കളിക്കാൻ നിങ്ങൾക്ക് അറിയുന്ന പറട്ടാ. അത് നിങ്ങളെ പോലെ കളിക്കാൻ വേണ്ടി, അതായത് വൃത്തികെട്ട പൊളിറ്റിക്സ് അല്ലേ അത് നിങ്ങളെ പോലെ കളിക്കാൻ വേണ്ടി ഇന്ത്യയിലൊന്നല്ല ലോകത്ത് തന്നെ വേറൊരു പാർട്ടിയില്ല. അങ്ങനെ വൃത്തികെട്ട പൊളിറ്റിക്സ് കളിച്ചതുകൊണ്ടാണല്ലോ നമ്മളെ കേരളത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കിട്ടാതാക്കിയത്. എങ്ങനെയൊക്കെയാണോ നമ്മളെ കേരളത്തിന് ഉപദ്രവിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. വൃത്തികെട്ട പൊളിറ്റിക്സ് അത് നിങ്ങളെ പോലെ കളിക്കാൻ വേണ്ടി ഈ ലോകത്ത് വേറെ ആഹാരം കൊണ്ടും പറ്റൂല. ഇനി നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിയെ കുറിച്ചുണ്ടല്ല, നമ്മളെ തോക്ക് സ്വാമി ഉണ്ടല്ല, തോക്ക് സ്വാമി ഇന്ന് വന്നിട്ടില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് മലയാളി നിങ്ങളെ കുറിച്ച് എനിക്കും പറയാനുള്ളത്. നമുക്ക് എന്തായാലും നമ്മളെ തോക്ക് സ്വാമി ഉണ്ടല്ല മലയാളിയെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് വന്നാലോ. ഈ ജില്ലയിലെന്നല്ല ഈ സംസ്ഥാനത്ത് തീവ്രവാദത്തിന്റെ പേരിൽ മതവൈരാഗ്യത്തിന്റെ പേരിൽ കൊല്ലപ്പെടാൻ പാടില്ല. ഇത് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. പക്ഷേ മുല്ലപ്പൂ ഏത് പിച്ചിപ്പൂ ഏതെന്ന് തിരിച്ചറിയാത്ത ഒരു മൊണ്ണനാണ്. ഇത്രയും വലിയ അങ്കിൾബൺ ഈ സംസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പറയേണ്ടത്. കാരണം ഹിന്ദുക്കളുടെ പേരിൽ വോട്ട് മേടിക്കാനും വർഗീയത പറയാനും മാത്രമല്ലാതെ ഈ BJP ആൾക്കാർ എന്താണ് ചെയ്യുന്നത് ഞാൻ പറയേണ്ടല്ലോ. നിങ്ങൾക്ക് കേരള സമൂഹത്തിനും അറിയാം, മാധ്യമ പ്രവർത്തകർക്കും അറിയാം. ഇത് തന്നെയാണ് ചന്ദ്രശേഖരൻ മുതലാളി എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അതായത് കുറച്ചു കാലം നിങ്ങളെ കൂടെ തന്നെയുണ്ടായ തോക്കുസ്വാമി ഇല്ലേ, തോക്കുസ്വാമി തന്നെ പറയുന്നത് നിങ്ങൾ വെറും ഒരു മൊണ്ണയാണെന്ന്, ഒന്നൊന്നര മൊണ്ണയാണെന്ന്. അതുകൊണ്ട് നിങ്ങളെ കുറിച്ചുണ്ടല്ല എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അപ്പോഴെന്തായാലും തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്തായാലും നമ്മളെ പാവാട സുഗതനെ വെളുപ്പിക്കാമെന്ന ചന്ദ്രശേഖരൻ മുതലാളിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ.